എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നവംബർ 27 ഗ്രൂപ്പ് ഡി എക്സാം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇന്ന് ഡിസംബർ 13 അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് 17 ദിവസങ്ങളായി. നമുക്ക് ഈ 17 ദിവസങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓരോ ദിവസങ്ങളും എങ്ങനെയായിരുന്നു, കട്ട് ഓഫ് എത്ര വരാനായിരിക്കും സാധ്യത, ഗുഡ് അറ്റംപ്റ്റ് എത്രയാണ്, സേവ് സ്കോർ എത്രയാണ്, ഈ പാറ്റേൺ എല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ ടോപ്പിക്കുകളെല്ലാം പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും മാർക്ക് നല്ല കയറ്റി വെക്കാൻ പറ്റും. സോ ഇനി അങ്ങോട്ട് കട്ട് ഓഫ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ടോ, മൊത്തം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ. കൂടെ വന്നോ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇവിടെ ഫസ്റ്റ് നവംബർ 27 എക്സാം സ്റ്റാർട്ട് ചെയ്തു. നവംബർ 27 ഡിഫിക്കൽട്ടി ലെവൽ മോഡറേറ്റ് ആയിരുന്നു. അതായത് അന്ന് മാത്സ് ടഫ് ആയിരുന്നു. പക്ഷെ ബാക്കി നോക്കുകയാണെങ്കിൽ റീസണിങ് നല്ല എളുപ്പമായിരുന്നു. അടുത്ത സയൻസ് ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അടുത്ത കറണ്ട് അഫയേഴ്സിലേക്ക് പോകുമ്പോൾ ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു അനാലിസിസ്. അത് കഴിഞ്ഞ് 27 നവംബർ നോക്കുകയാണെങ്കിലും അന്നും അതുപോലെ തന്നെയാണ്, മോഡറേറ്റ് ആണ്. ദെൻ സയൻസ് പക്ഷേ ഇച്ചിരി പാടായിരുന്നു. മാത്സ് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ബാക്കി റീസണിങ്ങും സയൻസ് ഒക്കെ എളുപ്പമായിരുന്നു. അടുത്ത 1 ഡിസംബറിലേക്ക് പോകുമ്പോൾ അവിടെയും എക്സാം മോഡറേറ്റ് തന്നെയാണ്. വലിയ എളുപ്പമില്ല, വലിയ പാടുമില്ല. അവിടെ റീസണിങ് ഈസി ആയിരുന്നു, പക്ഷേ മാത്സ് ഒക്കെ ഇച്ചിരി പാടായിരുന്നു. അടുത്ത 3 ഡിസംബർ നോക്കുകയാണെങ്കിൽ 3 ഡിസംബറും മോഡറേറ്റ് തന്നെയാണ്. അവിടെ ബാലൻസ്ഡ് പേപ്പർ ആയിരുന്നു. സയൻസും ഈസി ആയി. ബാക്കി മാത്സ് ഒക്കെ നോക്കുകയാണെങ്കിലും വലിയ പാടില്ല, കുഴപ്പമില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അതായത് നമ്മൾ നോക്കുമ്പോൾ നവംബർ 27 മുതൽ ഡിസംബർ 3 വരെ എക്സാം മോഡറേറ്റ് ആയിരുന്നു. വലിയ ടഫ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഭയങ്കര ഈസി ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ അടുത്ത് നോക്കുക, 4 ഡിസംബർ 5 ഡിസംബർ ഒക്കെ നോക്കുകയാണെങ്കിൽ 4ഉം 5ഉം എക്സാം കുറച്ചും കൂടെ ഈസി ആയിരുന്നു. അതായത് ആദ്യത്തെ ദിവസത്തിന് അത്ര പാടില്ല, പക്ഷെ മാത്സ് ചെറിയൊരു ടഫ് ഉണ്ട്. ബാക്കിയെല്ലാം കുഴപ്പമില്ല, എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് അവിടെ സ്കോർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ 8 ഡിസംബർ നോക്കുകയാണെങ്കിൽ അന്നും എക്സാം മോഡറേറ്റ് ആയിരുന്നു. അതായത് മാത്സും സയൻസും ഒക്കെ ഇച്ചിരി ടഫർ ആയിരുന്നു. ബാക്കി കുഴപ്പമില്ല, എല്ലാ ഷിഫ്റ്റിലും ഇത് തന്നെ അവസ്ഥ. മാത്സും സയൻസ് ഒക്കെ ഇച്ചിരി ടഫായിരുന്നു. അത് കഴിഞ്ഞ് 9 ഡിസംബറും അതേപോലെ തന്നെ മോഡറേറ്റ് ആണ്. റീസണിങ് എളുപ്പമായിരുന്നു, മാത്സ് ഒക്കെ ടഫായിരുന്നു. അത് കഴിഞ്ഞ് 10 ഡിസംബർ നോക്കുകയാണെങ്കിൽ അവിടെ ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് റീസണിങ് എളുപ്പമായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് ജനറൽ അവയർനെസ് മോഡറേറ്റ് ആയിരുന്നു. മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിരുന്നു. മാത്സ് പക്ഷേ വലിയ എളുപ്പമൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ല, ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലായിരുന്നു. അടുത്ത് 11 ഡിസംബർ നേരത്തെ പറഞ്ഞ് മോഡറേറ്റ് ആയിരുന്നു. 12 ഡിസംബർ നോക്കുകയാണെങ്കിൽ ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. അതായത് 12 ഡിസംബർ നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ് മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. മാത്സും സയൻസും മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പൊ ഇങ്ങനെയാണ് പരീക്ഷയുടെ ഇതുവരെയുള്ള ഒരു അനാലിസിസ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് ഒരു ഓവറോൾ പാറ്റേൺ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ, ഈ 17 ദിവസം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇത്രയും ദിവസങ്ങളിലും റീസണിങ് വലുതായിട്ട് ഘടിപ്പിച്ചിട്ടില്ല. ഭയങ്കര പാടൊന്നും പറയാൻ പറ്റത്തില്ല. പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു കുട്ടിക്ക്, അതായത് ഓടി ഒന്നും പഠിക്കാതെ പോകുന്ന ഒരു കുട്ടിക്ക് പാടായിരിക്കും, പക്ഷെ അത്യാവശ്യം എഫേർട്ട് കൊടുത്തു പോകുന്ന ഒരു കുട്ടിക്ക് റീസണിങ് എളുപ്പമാണ്. വലിയ പാടൊന്നും പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് GK നോക്കുകയാണെങ്കിൽ, ജനറൽ അവയർനെസ് നോക്കുകയാണെങ്കിൽ ദൈവം സഹായിച്ച് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് കൂടുതലായിട്ട് വന്നത്. അതായത് സ്റ്റാറ്റ് GK കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നു, ബാക്കി ഫുള്ള് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞ ടോപ്പിക് ഒക്കെ പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ വലുതായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല. അവർ അത്യാവശ്യം അവിടെ അറ്റംപ്റ്റ് ഒക്കെ കൊടുത്തു കാണും. അത് കഴിഞ്ഞ് മാത്സ് നോക്കുകയാണെങ്കിൽ എല്ലാ ഷിഫ്റ്റും എടുക്കാം. ഏതൊരു ഷിഫ്റ്റ് എടുത്താലും മാത്സ് ഭയങ്കര എളുപ്പമൊന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പാടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, സമയം കളയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് മാത്സിന്റെ ഒരു അനാലിസിസ്. അത് കഴിഞ്ഞ് സയൻസിലേക്ക് പോകുമ്പോൾ ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം വന്നത്. കോൺസെപ്റ്റ് അറിയാവുന്ന ഒരു കുട്ടിക്ക്, പഠിച്ചൊരു കുട്ടിക്ക് സയൻസ് വിഷമിക്കത്തിൽ അത്യാവശ്യം മാർക്കൊക്കെ ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് ഗുഡ് അറ്റംപ്റ്റ് മാർക്കുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഓരോ ദിവസങ്ങളിലും എത്ര മാർക്ക് മേടിച്ചാൽ സേഫ് ആണ്, ഒരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് നവംബർ 27 മുതൽ 30 വരെയുള്ള ഷിഫ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നവംബർ 27 to 30 അവിടെ 61 to 71 മാർക്കൊക്കെ ഒരു ഗുഡ് അറ്റംപ്റ്റ് മാർക്കുകളായിരുന്നു. കുഴപ്പമില്ല, ഓക്കെയാണ്. 61 to 71, ഞാൻ ഈ പറയുന്ന നോർമലൈസേഷന് മുമ്പുള്ള നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ മാർക്കൊക്കെ നമുക്കൊരു ഗുഡ് അറ്റംപ്റ്റ് മാർക്കാണ് നമുക്ക് പറയാം. അത് കഴിഞ്ഞ ഡിസംബറിലെ ആദ്യ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 65 to 81, പല ഷിഫ്റ്റിലും അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലത് എളുപ്പമായിരുന്നു, ചിലത് പാടായിരുന്നു. പക്ഷെ എന്നാലും ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 65 to 80 മാർക്കൊക്കെ നമുക്കൊരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 80 ആണെങ്കിൽ ഒന്നും നോക്കാല്ലേ, 75+ ആണെങ്കിൽ ഓക്കെയാണ്. അത് കഴിഞ്ഞ ഡിസംബർ 7 മുതൽ ഡിസംബർ 12 വരെ നോക്കിയാൽ അവിടെ ഒരു 71 മുതൽ 81 മാർക്കൊക്കെ ഒരു ഗുഡ് അറ്റംപ്റ്റ് മാർക്കാണ്. ഇങ്ങനെ ഓവറോൾ വരുന്നത്. അതായത് ഒരു 75+ മാർക്കൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, പക്കയാണ്. ഒരു 70+ ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ ബാക്കിയൊക്കെ ആണെങ്കിൽ ഒരു 65+ ഒക്കെ ആണെങ്കിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എല്ലാം കഴിഞ്ഞാൽ മാത്രമേ, ഒരു നോർമലൈസേഷൻ മൊത്തം എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്കൊരു ഗുഡ് അറ്റംപ്റ്റ് മാർക്കാണെന്ന് നമുക്ക് പറയാം. ഇനി അത് കഴിഞ്ഞ നെക്സ്റ്റ് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയായിരുന്നു.
അതായത് 2019 വന്ന നോട്ടിഫിക്കേഷന്റെ കട്ട് ഓഫ് എത്രയാണ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെന്നൈ നോക്കുകയാണെങ്കിൽ ചെന്നൈയുടെ നോർമലൈസേഷന് ശേഷമുള്ള മാർക്ക് 60.95 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നത്. അതായത് കഴിഞ്ഞ പരീക്ഷയുടെ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നിട്ട് 60.95 മാർക്കാണ്. അത് കഴിഞ്ഞ് എസ് സി നോക്കുകയാണെങ്കിൽ 49.89 മാർക്ക്, എസ് സി നോക്കുകയാണെങ്കിൽ 43.58 മാർക്കാണ്, ഒ ബി സി ആണെങ്കിൽ 55.65, ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ 40 മാർക്കാണ് കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ്. ഇനി അതേസമയം ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ നോർമലൈസേഷന് ശേഷമുള്ള മാർക്ക് ജനറൽ കാറ്റഗറി 66, എസ് സി 52, എസ് ടി 48, ഒ ബി സി 60, ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ 50.06. ഇതായിരുന്നു കഴിഞ്ഞ പരീക്ഷയുടെ നോർമലൈസേഷന് ശേഷമുള്ള മാർക്ക്. ഇനി നമുക്ക് ഇപ്പോ എത്ര വരാം അത് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. മീൻസ് മനസ്സിലാക്കുക, കഴിഞ്ഞ പരീക്ഷയുടെ കുറെ ഫാക്ടറുകളുണ്ട്. അതായത് 2019 നോട്ടിഫിക്കേഷൻ വന്നു. 2019 നോട്ടിഫിക്കേഷൻ വന്ന ശേഷം അവിടെ കോവിഡ് ഒക്കെ നടന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം 2022 അതിന്റെ എക്സാം കഴിഞ്ഞത്. നോക്കുന്ന ആലോചിച്ച് നോക്കുക, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 3 വർഷമൊക്കെ കഴിഞ്ഞാണ് എക്സാം വന്നത്. കോവിഡ് ആയിരുന്നു അതിന് കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പഠിച്ചിട്ടില്ല, ഒത്തിരി അൺസർട്ടനിറ്റീസും ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എക്സാം നടക്കാൻ ചാൻസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവിച്ചല്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്പർ ഓഫ് വേക്കൻസി ഭയങ്കര കൂടുതലായിരുന്നു. ഏതാണ്ട് 1,00,000-അടുത്ത വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയാനാണ് സാധ്യത. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ പുതിയ എക്സാം നോക്കുകയാണെങ്കിൽ 32,000 വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് ഒരു കേസ് ഉണ്ട്, ആ കേസിന്റെ വിധി ഇങ്ങനെ നീണ്ടു പോയി, ഒരു 8-10 തവണ കോടതി നീട്ടി വെച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്യും ബ്രേക്ക് ആവും. ഇന്ന് കോപ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും. അങ്ങനെ ഒത്തിരി ആൾക്കാരൊക്കെ ലാസ്റ്റ് ഒക്കെ ആയിരിക്കും അവരുടെ ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തീയായിട്ട് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ആ ഒരു പ്രശ്നം ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ പരീക്ഷയുടെ അത്രയും താഴേക്ക് കട്ട് ഓഫ് പോകത്തില്ല. കഴിഞ്ഞ പരീക്ഷയിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ നിലവിൽ നമുക്ക് എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കും? അതായത് നോർമലൈസേഷന് ശേഷം ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു 70 to 75 ആ റേഞ്ചൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത്, 70 to 75. ഇനി അതേസമയം ഒ ബി സി ആണെങ്കിൽ 66 മുതൽ 71 മാർക്കായിരിക്കും കട്ട് ഓഫ് വരുന്നത്. ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ 56 to 65. ദെൻ എസ് സിയും അതേപോലെ തന്നെ 56 to 65. ഇ ഡബ്ല്യു എസ് ഒക്കെ കുറച്ചും കൂടെ താഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാര്യം അത് കിട്ടാൻ തന്നെ പാടാണ് ഇ ഡബ്ല്യു എസ്. ഓക്കെ, അത് കഴിഞ്ഞ് എസ് ടി ആണെങ്കിൽ ഒരു 50 to 60 ആ റേഞ്ചൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരാനായിട്ട് സാധ്യതയുള്ളത്. ഇപ്പൊ യു ആർ കാറ്റഗറി ആണെങ്കിൽ ഒരു 70+ മാർക്കൊക്കെ ഉള്ളവർ അവരുടെ ഫിസിക്കൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ഈ പറയുന്നത് നോർമലൈസേഷന് ശേഷമുള്ള മാർക്കാണ് കേട്ടോ. അപ്പൊ നോർമലൈസേഷൻ എത്ര വരുമെന്ന് പറയാൻ പറ്റത്തില്ല, കാര്യം ഓരോ ഷിഫ്റ്റ് കഴിയും തോറും അല്ലെങ്കിൽ അതിന്റെ ഡിഫിക്കൽട്ടി മൊത്തം അനലൈസ് ചെയ്താണ് നോർമലൈസേഷൻ നടക്കുന്നത്. എന്നാലും ഈ മാർക്കൊക്കെ മേളിലൊക്കെ മേടിച്ച ആൾക്കാർ അവർ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം ആ സമയത്ത് നമുക്ക് ഫിസിക്കൽ ഒന്നും പെട്ടെന്ന് പോയി ഓടിയെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അവരൊക്കെ ഒന്ന് ഫിസിക്കൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, എന്നിട്ട് പ്രിപ്പറേഷൻ ഒരിക്കലും ബ്രേക്ക് കൊടുക്കരുത്. നമ്മുടെ മനസ്സിന് എപ്പോഴും സന്തോഷമുള്ള ഒരു ജോലി കിട്ടുന്നു. ഓക്കെ, എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു ജോലി എനിക്ക് എപ്പോഴാണ് കിട്ടുന്നത് അതുവരെ പഠിച്ചുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം നിങ്ങൾ ഇപ്പൊ ഇത്രയും ആർജിച്ചെടുത്തൊരു അറിവുണ്ടല്ലോ. അതായത് 70 മാർക്കൊക്കെ മേളിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്? കിടിലങ്ങളാണ്. ഇത്രയും കാലം എഫേർട്ട് കൊടുത്ത ആൾക്കാരാണ്, ഇത്രയും കാലം കുത്തിയിരുന്ന് പഠിച്ചാണ് ഈ സ്കില്ല് മൊത്തം നിങ്ങൾ അക്വയർ ചെയ്തത്. അപ്പൊ 10 ദിവസം നിങ്ങൾ ബ്രേക്ക് കൊടുത്താൽ ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രിപ്പറേഷന് ബ്രേക്ക് കൊടുക്കരുത്. അടുത്ത എക്സാംസിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോക്കുക. പഠിച്ചോ, സന്തോഷമുള്ള ജോലി കിട്ടുന്നവരെ നിങ്ങൾ പഠിച്ചോ. അപ്പൊ അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും നമ്മൾ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തരും. അപ്പൊ നമ്മൾ NTPC ലോങ് ടേം ഇപ്പോൾ വന്നേക്കുന്ന NTPCക്ക് വേണ്ടി നമ്മൾ ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യാത്ര എന്നാണ് ആ ബാച്ചിന്റെ പേര്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജോയിൻ ചെയ്തോ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കണം. അതായത് കമ്പനി ബോർഡ് ഒരു അടിപൊളി ചാൻസ് ആണ്. ഇപ്പോൾ വന്നേക്കുന്ന കമ്പനി ബോർഡ് ഓഫ് ഒരു അടിപൊളി ചാൻസ് ആണ്. അപ്പൊ അതേപോലെ തന്നെ NTPCയും കളയാൻ പറ്റത്തില്ല, ഇത്രയും പഠിച്ചതാണ്. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്കൊരു കോംബോ ഉണ്ട്. വെറും 7,000 രൂപ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് 2 ബാച്ചിലേക്കും അക്സസ് കിട്ടും. അതായത് ഡിഗ്രി ലെവൽ ബാച്ചിലേക്കും അക്സസ് കിട്ടും, NTPC ബാച്ചിലേക്കും അക്സസ് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 70+ മാർക്ക് മേടിച്ച ആൾക്കാരൊക്കെ അവരൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു 68+ മാർക്ക് മേടിച്ച ആൾക്കാരൊക്കെ ആണെങ്കിലും അവരുടെ ഫിസിക്കൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. നമുക്ക് എന്തായാലും ഈ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ പ്രിപ്പറേഷൻ ബ്രേക്ക് കൊടുക്കണ്ട. NTPC ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ഏതൊരു ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366. മാത്രമല്ല നമുക്കൊരു കിഡിലം ഗ്രൂപ്പ് ഡി ടെസ്റ്റ് പാക്ക് ഉണ്ട്. വെറും 250 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തോ. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.